ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ പുതിയ ഡെയിലി വ്ളോഗിലേക്ക് സ്വാഗതം. ഓരോ പുതിയ ദിവസവും ഒരു പുതിയ തുടക്കമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ട്രാഷ് കളയാൻ പുറത്തേക്ക് പോയി അതിനെ ഒരു ചെറിയ വാക്കിംഗ് ആക്കി മാറ്റി. ഇവിടെ യെല്ലോ ബിൻ, റീസൈക്കിൾ ചെയ്യാവുന്ന പ്ലാസ്റ്റിക്, കാർഡ്ബോർഡ് എന്നിവയൊക്കെ ഇടാനും റെഡ് ബിൻ മെയിൻലി ഫുഡ് ഇടാനുമാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് നടക്കാൻ നല്ല ഇഷ്ടമാണ്. ഇക്കിഗായ് എന്ന ജാപ്പനീസ് പുസ്തകത്തിൽ പറയുന്നത് പോലെ ആരോഗ്യത്തിനും മനസ്സിനും ചലിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. നടന്ന് വീട്ടിലെത്തിയ ശേഷം വീട്ടുജോലികൾ തുടങ്ങി. കഴുകിയ ബെഡ്ഷീറ്റ്സൊക്കെ ഒന്ന് മടക്കി വെച്ചു. പിന്നെ വിൻഡോസൊക്കെ ഒന്ന് തുറന്നിട്ടു. നാച്ചുറൽ ലൈറ്റ് റൂമിൻ്റെ അകത്ത് കയറുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം കൂടിയാണ്. കുട്ടികൾ ഫോണൊക്കെ മാറ്റി കളറിംഗ് ഒക്കെ ചെയ്യുന്നത് കാണുമ്പം ഒരു സമാധാനം മനസ്സിന്. എന്നാലും അവരോടൊപ്പം മുഴുവൻ സമയം ചെലവിടാൻ എന്നെക്കൊണ്ട് സാധിക്കാറില്ല. എന്നാലും കിട്ടുന്ന സമയം സ്പെൻഡ് ചെയ്യാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. ഇറ്റ്സ് ടൈം ഫോർ ബെഡ്ഷീറ്റ് ചേഞ്ച്. റൂമിനെ ഒന്ന് ഒതുക്കുമ്പോൾ തന്നെ എനിക്കൊരു പോസിറ്റീവ് ഫീലാണ്. അതും എൻ്റെ ഫേവറേറ്റ് ബെഡ്ഷീറ്റ്സ് ഇട്ട് കാണുമ്പോൾ. ഇന്ന് തുടക്കം തൊട്ടേ ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു എനിക്ക്. ആൻഡ് ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഓക്കെ ടു ബി ഹാപ്പി വൺ ഡേ ആൻഡ് സാഡ് ദ അതർ. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എല്ലായ്പ്പോഴും സന്തോഷമായിരിക്കാൻ പോസിബിളാണോ? നിങ്ങൾ പറയൂ. കുട്ടികളുടെ ബുക്സൊക്കെ ഒന്ന് ഒതുക്കാനുള്ള ശ്രമം. പിന്നെ ഇവരുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സൊക്കെ എനിക്ക് കളയാൻ തീരെ താല്പര്യമില്ല. പിന്നെ യൂസ് ചെയ്യാത്ത വസ്തുക്കളൊക്കെ വേർതിരിച്ച് കളയുകയാണ് പതിവ്. പിന്നെ പയ്യെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങി. ഇന്ന് ക്യാബേജ് ഉണ്ടായിരുന്നു. ക്യാബേജ് കഴിച്ചിട്ട് കുറേ നാളായി. ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇവിടെ മാൻഡറിൻസ് ഇരിപ്പുണ്ടായിരുന്നു. ഓറഞ്ചിൻ്റെ ഒരു ഫാമാണ്. തീരെ മധുരമില്ലാത്ത കൊണ്ട് ഞാൻ തന്നെയാണ് കഴിച്ച് തീർത്തത്. So first you grab milk and then you bite the edges of the Tim Tam. പിന്നെ സാറ പറഞ്ഞു അവൾക്ക് ടിം ടാം സ്ലാം ചെയ്യണമെന്ന്. Tim Tam is a kind of biscuit cum chocolate here. Basically it gets soft and tastes better. It becomes a little soft and then you can have it. It tastes better like that? Yeah. പിന്നെ ഡിഷസ് ഒക്കെ വാഷ് ചെയ്തു. കുക്കിംഗ് കൗണ്ടർ ടോപ്സ് ഒക്കെ മെസ്സി ആയതുകൊണ്ട് അതൊക്കെ നന്നായി ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞ് ഡിന്നറിലേക്കുള്ള ചിക്കൻ പീസസ് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റി. പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്ത ശേഷം ഈവനിങ് ആയി. അപ്പോൾ ചർമുറി ചാട്ട് കഴിക്കാനുള്ള ഒരു പൂതി. ചെറിയ പുളിയും എരിവും കോക്കനട്ട് ഓയിലിൻ്റെ ഫ്ലേവറുള്ള ഒരു ചാട്ടാണിത്. മാംഗ്ലൂർ, കാസർഗോഡ് സൈഡിൽ കൂടുതൽ കാണുന്നതാണിത്. അതാ ചാട്ട് സ്റ്റൈലിൽ തന്നെ ഞാൻ സെർവ് ചെയ്തു. പേപ്പറൊക്കെ ഇങ്ങനെ കോൺ ഷേപ്പിലൊക്കെ ആക്കി അങ്ങനെ സെർവ് ചെയ്തിട്ടാകുമ്പോൾ വെറുതെ ഒരു ത്രില്ലിനൊരു നൊസ്റ്റാൾജിക് സംഭവം. മാരിനേറ്റ് ചെയ്ത ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാനിട്ടു. വെളുത്തുള്ളിയൊക്കെ പീൽ ചെയ്യാൻ തുടങ്ങി. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സംഭവമാണിത്. എന്നിട്ട് ഗാർലിക്ക് ബട്ടർ ആൻഡ് ഓയിലിൽ സോട്ട് ചെയ്തു. ടൊമാറ്റോ പേസ്റ്റൊക്കെ ആഡ് ചെയ്തു. നന്നായി വഴറ്റുക. അതിൻ്റെ റോ സ്മെല്ലൊക്കെ മാറ്റണം. ഞാനൊരു ഇറ്റാലിയൻ പാസ്തയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് കെച്ചപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായി വഴറ്റുക. പിന്നെ ചിക്കനും മിക്സ് ചെയ്യണം. കുറച്ച് മിൽക്ക് ആഡ് ചെയ്യാം. അത് കുറച്ച് കട്ടിയാവണം. പിന്നെ പറയാൻ വിട്ടുപോയി, ചില്ലി പൗഡറും പെപ്പറും സോൾട്ടും ടൊമാറ്റോ പേസ്റ്റിലേക്ക് ആഡ് ചെയ്യണം നേരത്തെ തന്നെ. പിന്നെ ചൂടുവെള്ളത്തിൽ ഓയിലും സോൾട്ട് ഇട്ടിട്ട് പാസ്ത കുക്ക് ചെയ്യാം. പിന്നെ അത് ചിക്കനിലേക്ക് മിക്സ് ചെയ്യാം. എക്സ്ട്രാ ചീസും ആവാം. ഇവിടെ ഇപ്പോൾ ഇരുട്ടായി. ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് നേരത്തെ തന്നെ 5 തന്നെ ഇരുട്ടാവും. ഹസ്ബൻഡും എത്തുന്ന സമയമായി. ഇവിടെ ഞങ്ങൾക്കെല്ലാവർക്കും വൈറ്റ് പാസ്ത അത്ര ഇഷ്ടമല്ല. പക്ഷേ ഈ പാസ്ത ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചു. ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.